ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പഴയ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ എങ്ങനെ റീയൂസ് ചെയ്യാമെന്ന് കാണിക്കുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ കയ്യിലൊരു പഴയ ഡെല്ലിൻ്റെ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. ആക്ച്വലി അതിൻ്റെ മദർ ബോർഡ് ചീത്തയായി പോയതുകൊണ്ട് അതിങ്ങനെ അനക്കാണ്ടിരിക്കായിരുന്നു. പക്ഷേ അതിൻ്റെ ബാറ്ററിയൊക്കെ നമ്മൾ റീയൂസ് ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിലുള്ള ബാക്കി കമ്പോണൻസ് നമുക്ക് മാക്സിമം അതിൻ്റെ മദർ ബോർഡിലെ കമ്പോണൻസൊക്കെ നമ്മൾ റീയൂസ് ചെയ്തു. അപ്പോൾ ഇതുപോലെയുള്ള ഈ കാണുന്ന കൺട്രോളർ ബോർഡുകൾ, അതായത് ഇതിന് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും LCD LED ഡിസ്പ്ലേകളെ ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു കൺട്രോളർ ബോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പാനൽ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഡിസ്പ്ലേ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഉപയോഗിച്ചിരിക്കുന്ന കൺട്രോളർ ബോർഡ് ഒരു TVയുടെ ബോർഡ് തന്നെയാണ്. ഇതിൻ്റെ USB വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഈ ബോർഡ് മാറ്റി കൊടുത്തിരുന്നായിരുന്നു. അപ്പോൾ ഈ ബോർഡ് നമുക്ക് ഈ ഒരു മറ്റൊരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്കിവിടെ എനിക്കാകെ ആവശ്യമുള്ളത് HDMI ആണ്, പിന്നെ അല്ലെങ്കിൽ PC, അതായത് എൻ്റെ സിസ്റ്റത്തിൽ നിന്ന് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. പെൻഡ്രൈവ് വർക്ക് ചെയ്യില്ല, പെൻഡ്രൈവ് സോഫ്റ്റ്വെയർ ഒക്കെ മാറിയിട്ട് പെൻഡ്രൈവ് വർക്ക് ചെയ്യില്ല, അതിൻ്റെ ഇൻറ്റേർണൽ പ്രോബ്ലമാണ്. അപ്പോൾ ഇതിൻ്റെ പാനൽ മോഡൽ LP156WH4 എന്ന് പറയുന്നതാണ്. LGയുടെ പാനലാണ്. ഇതാണ് അതിൻ്റെ ഞാൻ യൂസ് ചെയ്ത പഴയ LED TVയുടെ ബോർഡ്. TR83671 എന്ന് പറഞ്ഞിട്ട് മോഡലാണ്, പഴയ മോഡലാണ്. അതിൻ്റെ LVDS കണക്ഷൻ, അതായത് ഡിസ്പ്ലേയിലേക്കുള്ള കണക്ഷനൊക്കെ ഞാൻ സോൾഡർ ചെയ്താണ് കൊടുത്തത്. അപ്പോൾ അത് പിന്നെ 12 വോൾട്ട് സപ്ലൈ, നമ്മുടെ LED പാനലുണ്ട് 12 വോൾട്ട് സപ്ലൈ ഒക്കെ ഞാൻ ഇവിടെ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 3.3 വോൾട്ടൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു DC to DC കൺവേർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ജനറൽ ആയിട്ടുള്ള പിൻ ഔട്ട് സെക്ഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. കൺട്രോളർ പിൻ ഔട്ട് കോമൺ ആണ്, എല്ലാ ബോർഡിലും ഒരുപോലെ വരുന്നുള്ള കൺട്രോളർ പിൻ ഔട്ടാണ്. പിന്നെ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്നാണ്. ODD 0- നിന്ന് ORX 0 അങ്ങനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ ഞാനിത് നിങ്ങൾക്ക് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തേക്കുന്നതാണ്, ചാർട്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ് കൊടുക്കുന്നത്. കൺട്രോളറിൻ്റെ പിൻ 7 നിന്നും LED പാനലിൻ്റെ പിൻ 8 അങ്ങനെ വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അതൊരു എളുപ്പത്തിന് വേണ്ടി ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നതാണ്, വരച്ചു കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ പാനലിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ബോർഡെന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ജസ്റ്റ് ഒന്നും കൂടെ അപ്പോൾ ഇതിലിവിടെ സോൾഡർ ചെയ്തിരിക്കുന്ന പോയിൻറ്റുകളാണ് നേരത്തെ ഞാൻ കാണിച്ചത്. അപ്പോൾ ആ പോയിൻറ്റുകൾ അനുസരിച്ച് കറക്റ്റായിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡിസ്പ്ലേയിൽ പടം വരികയുള്ളൂ. ഇതൊരു HD ഡിസ്പ്ലേ ആണ്, ഫുൾ HD അല്ല. 1366x768 ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ ഒരു ബോർഡ് വെച്ചിട്ട് നമുക്കിത് ഡ്രൈവ് ചെയ്യാനായിട്ട് ഈസിയായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വയർ ആ ലാപ്ടോപ്പിൻ്റെ തന്നെ ഡിസ്പ്ലേ കണക്ട് ചെയ്യുന്ന വയർ തന്നെയാണ്. കാരണം ഇതിൻ്റെ 40 പിൻ കണക്ടറാണ്. ആ കണക്ടറിന് അത്യാവശ്യം വില വരുന്നതാണ്, അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്തില്ല, മേടിച്ചില്ല. പകരം നമുക്കിത് തന്നെ നമുക്ക് റീയൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ അതിൻ്റെ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഡയറക്ഷനിൽ നോക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് അതിൻ്റെ 3.3 വോൾട്ട് വരുന്നത്. കാരണം 3.3 വോൾട്ട് അതിൻ്റെ പാനലിലുള്ള ICനെ ഡ്രൈവ് ചെയ്യാനുള്ള വോൾട്ടേജാണ്, നമ്മൾ നിർബന്ധമായും കൊടുക്കണം. പിന്നെ റൈറ്റ് സൈഡിൽ വരുന്നത് 12 വോൾട്ടാണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒന്നുകൂടെ കാണാൻ സാധിക്കും 3.3 വോൾട്ട്. അത് ഞാൻ ഒരു എക്സ്ട്രാ ഒരു നീല കളർ വയറും കൊണ്ട് എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ പാനൽ നമ്മൾ അതിൻ്റെ ബാക്ക് ലൈറ്റ് നമ്മൾ എനേബിൾ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ PWM സിഗ്നൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ 3.3 വോൾട്ട് കൊടുത്തെങ്കിലേ പാനൽ, അതായത് ബാക്ക് ലൈറ്റ് തെളിയത്തുള്ളൂ. അപ്പോൾ ഒരു മിനിറ്റ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ 12 വോൾട്ട് കൊടുത്തിരിക്കുന്നവിടെ കാണാൻ സാധിക്കും. 12 വോൾട്ടിൻ്റെ ഫ്യൂസിലേക്കാണ് ഞാനിവിടെ 12 വോൾട്ട് ഇൻപുട്ട് കൊടുത്തത്. 12 വോൾട്ട് നമ്മൾ ആക്ച്വലി കൊടുക്കുന്നത് പാനൽ വോൾട്ടേജ് അല്ല, അത് ഈ ബാക്ക് ലൈറ്റിനെ ഡ്രൈവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് 12 വോൾട്ട് കൊടുക്കുന്നത്. ഇത് പാനലിൻ്റെ ഇത് പ്രകാരം 7 to 12 വോൾട്ട് വരെ നമുക്കിതിൽ കൊടുക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു LED EN, അതായത് LED എനേബിൾ അല്ലെങ്കിൽ PWM എന്നൊരു സിഗ്നലുണ്ട്. ഇത് രണ്ടും ഷോർട്ട് ചെയ്തിട്ട് ആ 3.3 വോൾട്ടിൽ നിന്നാണ് ഞാനിതിലേക്ക് കൊടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. നമുക്ക് ഈ LED ബാക്ക് ലൈറ്റ് കത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഈ ഒരു കണക്ഷൻ കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ അതാണ് അത്രയേ ഉള്ളത്. പിന്നെ ഇതിൻ്റെ ജസ്റ്റ് ആ ഒരു വയർ കണക്ഷൻ ഇവിടെ കാണാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പക്ഷേ അതൊക്കെ നമ്മൾ ചെയ്യുന്ന ആ ഒരു സൗകര്യം അനുസരിച്ചാണ് നമ്മളിത് അറേഞ്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പഴയ ലാപ്ടോപ്പിൻ്റെ വയർ തന്നെ ആയതുകൊണ്ട് നമുക്കതിൽ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും വന്നില്ല. ഇതാണ് ആ ബോർഡ്, LM2596 DC to DC കൺവേർട്ടറാണ്. ഇതിലിവിടെ ഒരു നീല കളർ, ഇതാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് അഡ്ജസ്റ്റ് ചെയ്ത് 3.3 വോൾട്ട് ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ പാനലിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ LED പാനൽ ചീത്തയായി പോകും. അപ്പോൾ ഈ 12 വോൾട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് 12 വോൾട്ട് ഔട്ട്പുട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഈ 12 വോൾട്ടിൽ നിന്ന് തന്നെ ഔട്ട്പുട്ട് എടുത്താൽ മതി. മറ്റെല്ലാ പാനലുകളെയും പോലെ തന്നെ ഇതിലും ഇൻബിൽട്ടായിട്ട് ഇതിന് പവർ സപ്ലൈ ഉണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ മറ്റൊരു പവർ സപ്ലൈ ഇതിന് വേണ്ടി കണ്ടെത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഡയറക്റ്റായിട്ട് AC നമുക്ക് കൊടുത്ത് ഇവിടുന്ന് നമുക്ക് 12 വോൾട്ട് കിട്ടും. ബാക്കി അതിൻ്റെ ICക്ക് വേണ്ട ബാക്കി വോൾട്ടേജ് എല്ലാം ഇത് തന്നെ ഉണ്ടാക്കിക്കോളും. പിന്നെ ഞാനിവിടെ ആ ഒരു ഡിസ്പ്ലേ ഹാങ് ചെയ്യാനായിട്ട്, അതായത് നമുക്കത് ഉപയോഗിക്കാൻ പാകത്തിന് വേണ്ടിയിട്ട് ആ ലാപ്ടോപ്പിൻ്റെ തന്നെ ആ ഒരു അതിൻ്റെ അടിഭാഗത്ത് വരുന്ന പീസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ കവറിങ്ങിന് ശേഷമുള്ളതാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നിങ്ങൾ വയറിന്ന് ഡിസ്കണ്ടായി പോകാതെ നിങ്ങൾ തന്നെ അത് നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് അത് അറേഞ്ച് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും.
ഇവിടെ 2 സ്ക്രൂ ഹോൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഈ കൺട്രോൾ ബോർഡ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മുടെ കൺട്രോൾ ബോർഡിലേക്കുള്ള മെയിൻ സപ്ലൈ കൊടുക്കുന്നത് ഇവിടെ നിന്നാണ്. അതൊന്ന് ശ്രദ്ധിക്കുക, അവിടെ ഹോട്ടെന്ന് എഴുതിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കറണ്ടിൽ കളിക്കുമ്പോൾ അല്ലെങ്കിൽ കറണ്ടിൽ പണിയുമ്പോൾ കൂടുതൽ സെക്യൂരിറ്റി ഇല്ല അല്ലെങ്കിൽ നമ്മുടെ ഒരു സുരക്ഷ ഇല്ലാതെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും, അത് അപകടത്തിന് വഴിവെക്കും. അപ്പോൾ അതൊന്നും ചെയ്യരുത്, നിങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. പിന്നെ നമ്മുടെ കീപാഡ് അതിൻ്റെ IR സെക്ഷൻ, അതായത് റിമോട്ടൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള IR ഒക്കെ കണക്ട് ചെയ്യുന്നത് ഇവിടെ ഒരു സൈഡിലാണ്. ഇതെല്ലാം ഈ പാനലെല്ലാം അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് എൻ്റെ കയ്യിൽ ഈ ഒരു ബോർഡ് ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് കണക്ട് ചെയ്തത്. ഇൻ കേസ് നിങ്ങളുടെ ഇതില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ ഞാൻ ജസ്റ്റ് കാണിക്കാം. അപ്പോൾ അതിന് മുന്നേ പാനലൊന്ന് നോക്കുക, അതിൻ്റെ ജസ്റ്റ് കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഈ ഒരു ബോർഡിൻ്റെ അടിയിൽ ഇതെല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കീബോർഡ് കണക്ട് ചെയ്യുന്നതിനുള്ള ജസ്റ്റ് ഒരു അതിൻ്റെ പിൻ ഔട്ടാണിത്. ഇത് നോക്കി മനസ്സിലാക്കുക, ഇതനുസരിച്ച് വേണം നിങ്ങൾ കൊടുക്കാനായിട്ട്. ജസ്റ്റ് നമുക്ക് ആ പവർ ബട്ടണും ഇൻപുട്ട് ബട്ടൺ മാത്രം മതിയാവും. ഇൻ കേസ് നിങ്ങൾക്ക് മൊത്തത്തിൽ ആവശ്യമുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്ത് പോയാൽ മതി. ഇതിലൂടെ 2 LED നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും, ഗ്രീൻ അതുപോലെ റെഡ്. നമുക്കതിൻ്റെ പവർ കണക്ഷനും അതുപോലെ അതിൻ്റെ വർക്ക് ചെയ്യുന്ന കണ്ടീഷനൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള 2 LED ആണ്. അത് നമുക്ക് മൾട്ടി കളർ LED വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം, കുഴപ്പമില്ല, മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഓൺ ആയി വരുമ്പോൾ ഇതുപോലെ റെഡ് ആയിരിക്കും വരിക. അപ്പോൾ നമുക്കിവിടെ നോക്കാം. ഓക്കെ, ഈ ഒരു സെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സൂക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിപ്പോൾ അതിവിടെ അത് ഓൺ ആയിട്ടുണ്ട്, ബ്ലൂ ലൈറ്റ് വന്നു, ബ്ലൂ LED കത്തിയിട്ടുണ്ട്, ഐബെല്ലിൻ്റെ ഇത് വന്നു, ലോഗോ വന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ശരിക്കും നോക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നാം ഈ ഡെല്ലെന്ന് എഴുതിയിരിക്കുന്നത് താഴെയും പടം തിരിഞ്ഞല്ലേ വന്നേക്കുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ സർവീസ് മെനുവിൽ കയറി നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവറിങ് കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഞാനതിൻ്റെ കൺട്രോളർ ബോർഡും അതിൻ്റെ കീപാഡും ആ ഒരു ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേയുടെ തന്നെ ആ കവറിൻ്റെ ബാക്കിൽ സ്ക്രൂ ചെയ്ത് വെച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ നേരെ നോക്കുമ്പോൾ കാണാം. പിന്നെ ഇതിൻ്റെ ഒരു റിമോട്ടാണിത്. ഇത് നോർമലായിട്ട് മേടിക്കാൻ കിട്ടുന്ന റിമോട്ടാണ്. മിക്കവാറുമുള്ള ചൈന ബോർഡിനെല്ലാം ഒരേ റിമോട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഇൻപുട്ടാണ്, എൻ്റെ ലാപ്ടോപ്പിൽ നിന്നുള്ള ഇൻപുട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ ഈ ബോർഡിലുള്ള സ്പീക്കർ ഔട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. HDMI ഇൻപുട്ട് കൊടുത്താൽ ലാപ്ടോപ്പിലുള്ള സൗണ്ട് നമുക്ക് ഈ ഒരു സ്പീക്കറിലൂടെ കേൾക്കാനായിട്ട് സാധിക്കും. ആ ബോർഡിൽ പാനൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ള ബോർഡുകൾ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ജസ്റ്റ് എൻ്റെ റൂമിൽ ഇങ്ങനെ സൈഡിൽ വെച്ചപ്പോൾ കാണുന്നൊരു വ്യൂ ആണിത്. ഞാനിതുവരെ എങ്ങും സ്ക്രൂ ചെയ്തൊന്നും പിടിപ്പിച്ചിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഒരു ലാപ്ടോപ്പിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേയുടെ മുകളിൽ ഇത് വെക്കാവുന്നതാണ്. ഇവിടെ നോർമൽ AV ഇൻപുട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. HDMI ഇൻപുട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് എൻ്റെ ഒരു മൈൻഡ് ചെയ്യുന്നതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സും ബാക്കി കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഈ ഡിസ്പ്ലേ സ്ക്രൂ ചെയ്ത് വെച്ചിരുന്ന ആ ഒരു പാർട്ടാണിത്. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ലാപ്ടോപ്പിന് തന്നെ പാർട്ടാണ്. നമുക്കിത് ഉപയോഗിച്ച് ഹാങ് ചെയ്ത് വെക്കാൻ സാധിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബി സേഫ്.